വെക്ക്. ആശയത്തിൽ മാറ്റം ഉണ്ടാവില്ല മൂപ്പൻ. അതിന് വെച്ചോ തുടങ്ങിയവിടെ വാഴക്കാട് ഞാൻ അബ്ദുറഹ്മാൻ സലഫിന് ഖണ്ഡനത്തിന്റെ ലക്ഷത്ത് പഠിപ്പിച്ചു കൊടുത്തിട്ടാ വിട്ടത്. സലഫിന് ഞാൻ വിടൂല, നിങ്ങൾ ധരണങ്ങളെ കെട്ടിക്കുങ്ങളെ. മൂപ്പര് വിചാരിച്ചത് നാലാപുരം ഒട്ടാകെ മൂപ്പർക്ക് സ്ത്രീധനം കിട്ടിയതാണ്. നാലാപുരൊട്ടാകെ മൂപ്പർക്ക് സ്ത്രീധനം കിട്ടിയതാ. വിടൂല, കെട്ടിക്കുന്നൊക്കെ പറയാം. മൂപ്പരിങ്ങനെ നാലെടുത്ത് നിൽക്കാൻ എന്റെ കാലം വെച്ചാൽ മൂപ്പരിങ്ങനെ വിടൂല എന്നല്ല, മൂപ്പര് വെച്ചിക്കന്നെ. ഇതൊക്കെ ആധുനിക കാലഘട്ടത്തിൽ പറയേണ്ട വർത്താനന്റെ പേരോടെ ഈ യുഗം മാറി. അയാൾ പറയുന്നത് നിങ്ങൾ നിങ്ങളെ വിടൂല. ആമൊന്ന് വായിക്കുന്നങ്ങള് ആണോ അല്ലേ? നിങ്ങൾ അങ്ങനെയൊന്നും വിടാൻ തീരുമാനിച്ചില്ല. നിങ്ങൾ അങ്ങനെയൊന്നും വിടാൻ തീരുമാനിച്ചിട്ടില്ല എന്നാ പറയണത്. നിങ്ങളെ വിടൂല. ആമൊന്ന് വായിക്കുന്നങ്ങള് ആണോ അല്ലേ? നിങ്ങൾ അങ്ങനെയൊന്നും വിടാൻ തീരുമാനിച്ചില്ല. നിങ്ങൾ അങ്ങനെയൊന്നും വിടാൻ തീരുമാനിച്ചിട്ടില്ല എന്നാ പറയണത്. ഇപ്പൊ കണ്ടങ്ങൾ വിടൂല എന്ന് പറയുന്നത് ആധുനിക യുവത്തിൽ പറ്റൂല എന്നാണ്. ഉടനെ ഇയാൾ നിങ്ങൾ അങ്ങനൊന്നും വിടൂല എന്നാ പറയണതേ. എന്നിട്ട് ഇയാൾ പറയാ പേരോടിന് ഭാഷ അറിയില്ല പറയണതേ. മലയാളം അറിയില്ല പേരോടിന്. ഇത് മൂപ്പര് പ്രത്യേകം കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞു മലയാളം അറിയില്ല. ഇയാൾ നോർമൽ നവർമൽ എന്ന് പറഞ്ഞു. പിന്നെ ഇയാൾക്ക് മലയാളം അറിയില്ല, ഇംഗ്ലീഷും അറിയില്ല. ഞാൻ അണ്ടിന്റെ ആളല്ലോ, ഞാൻ അറബിയ പഠിച്ചത്. ഞാൻ അതുകൊണ്ടല്ലേ ഇംഗ്ലീഷ് മീഡിയത്തിന്റെ പ്രിൻസിപ്പളായിട്ട് ഞാൻ നിന്നിട്ടില്ലല്ലോ. ഞാൻ മലയാളം പഠിപ്പിക്കുന്ന കോളേജിൽ പ്രിൻസിപ്പാളായില്ലല്ലോ. ഞാൻ കുറ്റ്യാടിയിൽ ശരീഅത്ത് കോളേജിന്റെ പ്രിൻസിപ്പാളാണ്. അപ്പൊ മലയാളം നന്നായിട്ട് അറിയുന്ന മൗലവിയാണ് പറയണതേ. ഇനി ഞാൻ ഇതൊന്ന് എനിപ്പം പറയും മുസ്ലിയാരി എന്നെ പറയുന്നത് എന്ന് പറഞ്ഞു. ഞാനല്ലേ അയാൾ എന്നെ പറഞ്ഞത് എടുക്കുന്നത് കാണിച്ചു തന്നത് മാത്രമാണ്. ഇനി അങ്ങനെയൊന്നും പറയണ്ട. പിന്നെ വേറൊന്ന് ഇനി പറയാൻ പോകുന്നത്, ഇയാൾ പറയുന്നത് ഈ കാന്തപുരം എന്ന് പറഞ്ഞാല് അത് അയാൾ പൈസക്ക് വേണ്ടി അറബികൾക്ക് വേണ്ടിയിട്ടാ പരിപാടിയാണ്. അതിന് മൂപ്പര് പറയാണ് കാന്തപുരം ഈ കൈ മൊത്താൻ വേണ്ടി വെച്ചു കൊടുക്കും. അറബി വേക്കിലുണ്ടെങ്കിലോ വെച്ചാൽ അങ്ങനെയാണ്. എന്തിനാണ് മൗലവി കൈ തുമ്പിക്കൽ സാലിഹീങ്ങളുടെയും പണ്ഡിതന്മാരുടെയും സാദാത്തുക്കളുടെയും കൈതുമ്പിക്കൽ സുന്നത്താണെന്ന്, നല്ലതാണെന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബ് വായിച്ച് കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ? അതിന് ഞാൻ ഹദീസും തെളിവ് പറഞ്ഞിട്ടില്ലേ? അതിന്റെ മതനിയമത്തെക്കുറിച്ച് നിങ്ങളൊരക്ഷരം മിണ്ടിയോ ഇവിടെ? ഞാൻ മതനിയമമല്ലേ പറഞ്ഞത്, കിതാബല്ലേ ഉദ്ധരിച്ചത്? നിങ്ങൾ 4 ദിവസം പ്രസംഗിച്ചതിന്റെ മതനിയമത്തെ സംബന്ധിച്ച് കാമാന്ന് മിണ്ടിയോ? പിന്നെ ഞങ്ങൾ ഹദീസിൽ സ്ഥിരപ്പെട്ട ഇത് അറബികളുടെ മുമ്പിൽ ഞങ്ങൾ എന്തിന് കൈവരിക്കണം? അതേ സമയത്ത് ഞാൻ പറയാം, ഇപ്പൊ ഞാൻ ഇവിടെ നിങ്ങൾ ഇറങ്ങി വരികയാണ്, അന്നേരം ഒരാൾ കൈപിടിച്ച് ചുംബിക്കാൻ വന്നാൽ ഞാൻ എന്റെ കൈപിടിച്ച് ചുംബിക്കേണ്ട ആളല്ലോ, അത് വേറെ വിഷയം. ഞാൻ ഒരിക്കലും പറയാറില്ല ഞാൻ കൈപിടിച്ച് ചുംബിക്കാൻ പറ്റുന്ന ആളല്ല. കാന്തപുര ഉസ്താദും ഉള്ളാളന്തങ്ങളും കീഴൻ ഉസ്താദും ഇ കെ ഉസ്താദും ഒക്കെ അരിമീങ്ങളാണ്. അവരെയൊക്കെ കൈപിടിച്ച് ചുംബിക്കൽ, പണ്ഡിതന്മാരുടെ കൈപിടിച്ച് ചുംബിക്കൽ സാധാരണയാണ്. ഞാൻ അതിനർഹനല്ല. ഞാൻ പറഞ്ഞു വരുന്നത്, അയാൾ കൈപിടിച്ച് ചുംബിക്കാൻ വേണ്ടി വരുമ്പോ വലിച്ചു കളയണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബറക്കത്തിന് വേണ്ടി നബിയുടെ സമീപത്ത് വരുന്നു. സഹാബത്ത് വെള്ളം, തണുത്ത വെള്ളം, ആ തണുത്ത വെള്ളത്തിൽ കൈവച്ച് കൊടുക്കാൻ വേണ്ടി വെള്ളം കൊണ്ട് വരികയാണ് ഖാദിമീങ്ങൾ. അല്ലാഹുവിന്റെ റസൂൽ തണുപ്പുള്ള സമയത്ത് പോലും ബറക്കത്തിന് വേണ്ടി വെള്ളത്തിൽ കൈ കുത്തിക്കൊടുക്കാൻ എല്ലാവർക്കും കുത്തിക്കൊടുക്കുകയാണ്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ടിന്റെ ഹദീസിൽ കാണാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബറക്കത്ത് എടുക്കാൻ വേണ്ടി പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്നപ്പോൾ അവർക്ക് കൈ കുത്തിക്കൊടുത്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്, കൈ കുത്തിക്കൊടുത്തിട്ടുണ്ട് ബറക്കത്തിന് വേണ്ടി. ഇപ്പൊ ബറക്കത്ത് ഉദ്ദേശിച്ച് വന്നവർക്ക് ബറക്കത്തിന് വേണ്ടി കൈവച്ചു കൊടുക്കൽ തെറ്റല്ല, അത് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ മനസ്സിൽ, ഒരു പണ്ഡിതന്റെ മനസ്സിൽ ഞാനൊരു വലിയ ബർക്കത്തുള്ള ആളാണ് എന്ന ധാരണ ഉണ്ടാകരുത്. മറിച്ച് ചുംബിക്കുന്നവൻ എന്നേക്കാൾ മഹാനായിരിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് മാത്രമേ ചെയ്യാവൂ. കാരണം ഈ വരുന്നവന് നിരാശ വരാൻ പാടില്ല. ബർക്കത്ത് ഉദ്ദേശിച്ചവര് ഉണ്ടെങ്കിൽ എടുത്തോട്ടെ, കിട്ടിക്കോട്ടെ, എന്തിനാണ് അതിന് കൈവരിക്കേണ്ട ആവശ്യം ഇല്ല, മറിച്ച് ആ തെറ്റും ഇല്ല. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ,
എന്നാൽ ഒരു സദസ്സിൽ പോയിരുന്ന് അവിടുന്ന് സംഭാവന കണ്ടോ. സഹീഹ് മുസ്ലിമിന്റെ ഹദീസ്, ബാബു ഖുർബിൻ നബി അലൈഹിസ്സലാം മിനന്നാസി വതബറുകിഹിം ബിഹി. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു ഇദാ സല്ലൽ ഗദാത, സുബ്ഹി നിസ്കരിച്ചു കഴിഞ്ഞാൽ, ജാഅ ഖദമുൽ മദീനത്തി, മദീനയിലുള്ള ഖാദിമീങ്ങൾ വരും, ബിആനിയതിഹിം, അവരുടെ പാത്രങ്ങളുമായി വരും, ഫീഹൽ മാഉ, ആ പാത്രത്തിൽ വെള്ളമുണ്ട്, ഫമാ യൂസാ ബിഇനാഇൻ, ഏത് പാത്രം കൊണ്ടുവന്നാലും, ഇല്ലാ ഗമസ യദഹു ഫീഹാ, നബിയുടെ കൈ അതിൽ അല്ലാഹുവിന്റെ റസൂൽ മുക്കിക്കൊടുക്കും. ഫറുബ്ബമാ ജാഊഹു ബിൽ ഗദാത്തിൽ ബാരിദ, വളരെ തണുപ്പുള്ള ചില പ്രഭാതങ്ങളിലും അങ്ങനെ അവർ കൊണ്ടുവരും. ഫയഗ്മിസു യദഹു ഫീഹാ, അതിലും അല്ലാഹുവിന്റെ റസൂൽ കൈമുക്കിക്കൊടുക്കും. ഇത് ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് ബാബു ഖുർബിൻ നബി അലൈഹിസ്സലാം മിനന്നാസി വതബറുകിഹിം ബിഹി, അല്ലാഹുവിന്റെ റസൂലുമായി ജനങ്ങൾ പാവപ്പെട്ട ജനങ്ങളുമായി അടുക്കുകയും അവർ റസൂലുള്ളാഹിനെ കൊണ്ട് ബറക്കത്തെടുക്കുകയും ചെയ്ത അധ്യായം എന്ന അധ്യായത്തിൽ കൊടുക്കുന്നു ഈ ഹദീസ്. എന്റെ മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബറക്കത്തിന് വേണ്ടി കൈമുക്കി കൊടുത്തിട്ടുണ്ട്, കൈവച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ സാലിഹീകളെ കൊണ്ട് ബറക്കത്തെടുക്കുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സഹാബത്ത് ബറക്കത്തെടുത്ത് തെളിവാണെന്ന് ഇബ്നു ഹജർ അസ്ഖലാനി, ഇമാം നവവി തുടങ്ങിയവർ പല ഹദീസിന്റെ ശറഹുകളിലും പറഞ്ഞിട്ടുമുണ്ട്. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്നാൽ റസൂലുള്ള സുബ്ഹിന്റെ ശേഷം ഇത് ചെയ്യാറുണ്ടെന്നല്ലേ പറഞ്ഞത്? അള്ളാഹുവിന്റെ റസൂൽ ഒരു പ്രധാനപ്പെട്ട ആവശ്യത്തിന് ഒരു സ്ഥലത്തേക്ക് പോകുമ്പോ, അല്ലെങ്കിൽ ഒരു അതിഥിയെ സൽക്കരിക്കാൻ പോകുമ്പോ, അല്ലെങ്കിൽ ഒരു തിരക്കുള്ള സമയത്ത് വന്നാൽ അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ കൈവച്ച് കൊടുക്കാറുണ്ടോ? കൊടുക്കാറില്ല. കാരണം ആ സമയം അതിനുള്ളതല്ല. ഓരോന്നിനും ഓരോ സന്ദർഭങ്ങളുണ്ട്. എപ്പോഴും ഇങ്ങനെ വരുന്നവർക്ക് കൈമുട്ടാൻ വേണ്ടി വെച്ചു വിട്ടാ ബാക്കി പണി നടക്കുമോ? അപ്പൊ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ചിലപ്പോൾ ഒരു സദസ്സിൽ വെച്ച് ജനങ്ങൾ കൈപിടിക്കാൻ വന്നാൽ അവിടെ കൈവച്ചു കൊടുക്കാറുണ്ട്. അതേസമയം തിരക്കിട്ട് പോകുന്ന സമയത്ത് ഒരാള് വന്നിട്ട് കൈമുട്ടാൻ വേണ്ടി വന്നാൽ അയാൾക്ക് കൈയും വെച്ചുവിട്ട് ഇങ്ങനെ ഇരുന്നാൽ അത് ബഹുമാനപ്പെട്ട ഉസ്താദുകളുടെ പണി നടക്കുമോ ഇവിടെ? അപ്പൊ മറ്റ് അതിഥികളും മറ്റ് പലരും ഉള്ള സമയത്ത് സമയമില്ലാത്തപ്പോൾ ചിലപ്പോൾ കൈവലിച്ചിട്ടുണ്ടാകാം. അതാരും വലിച്ചില്ലേ, അതെടുത്തിട്ട് പരിഹസിക്കുകയല്ലേ ഇവിടെ മൗലവിമാര് ചെയ്തത്. പിന്നീട് ഞാൻ പറയട്ടെ, പിന്നൊന്ന് പറഞ്ഞ എന്താണ്? പിന്നൊന്ന് പറഞ്ഞത്, ഉസ്താദിന്റെ അടുക്കൽ നിന്ന് കുറച്ചു കാലം പഠിച്ചിട്ട്, ഉസ്താദിന്റെ അടുക്കൽ നിന്ന് കുറച്ചു കാലം പഠിച്ചിട്ട് ഒമാനിലുള്ള ഒരു സ്ഥലത്ത് സ്റ്റീബില്, ഇവിടെ ഇല്ലേ കടമേരിയുള്ള കുഞ്ഞ് അബ്ദുള്ള ഹാജി സ്റ്റീബിലില്ലേ അദ്ദേഹത്തിന് ജോലി, അദ്ദേഹത്തിന്റെ ബിസിനസ്. ടി എൻ അബ്ദുള്ള ഹാജി ഈ സദസ്സിലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ സ്റ്റീബിൽ പോയിട്ട് സുന്നി സംഘടനയുടെ ഓഫീസിൽ പ്രവർത്തിക്കുമ്പോ തെറ്റായ ചില പ്രവർത്തനങ്ങൾ കണ്ടതിനാൽ അവിടെ നിന്ന് സംഘടനാ പ്രവർത്തകന്മാര് പുറത്താക്കുകയും അതിന് ഉസ്താദ് തെറ്റ് ചെയ്തവന് കൂട്ടുനിൽക്കാത്തത് കൊണ്ട് ഉസ്താദിനെ ചീത്ത പറഞ്ഞ് നടക്കുന്ന ഒരു സഖാഫിയുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് സന്മാർഗത്തിലേക്ക് തിരിച്ചു വരാൻ ഭാഗ്യം നൽകട്ടെ. ഞാൻ അദ്ദേഹത്തെയും ചീത്ത പറയുന്നില്ല, അദ്ദേഹത്തെ നന്നാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ സഖാഫി അങ്ങനെ മൗലാരെ ഇയാൾ പറയാ, നിങ്ങളെപ്പോലെ തന്നെ മർക്കസിൽ പഠിക്കല്ലേ അയാള്, ഇവിടുന്ന് മൗലവി നിങ്ങളെപ്പോലെ തന്നെ മർക്കസിൽ പഠിച്ച ഒരു സഖാഫീന. അങ്ങനെ പഠിച്ചാൽ ഒരാൾ പിഴക്കൂലാന്നുണ്ടോ? നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ നിന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പഠിച്ചില്ലേ? അന്ന് പഠിച്ചൊരു മനുഷ്യനാണ് നഹാറുർ റജ്ജാൽ ഇബ്നു ഉഫ്വ. ഈ നഹാറുർ റജ്ജാൽ ഇബ്നു ഉഫ്വ വന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ പഠിച്ച് അവിടുന്ന് ഭക്ഷണം കഴിച്ച് മദീനയിൽ താമസിച്ചിട്ട് നിങ്ങൾക്ക് കാണാം. വകാന മഅ മുസൈലിമത നഹാറുർ റജ്ജാൽ ഇബ്നു ഉഫ്വ വകാന ഖദ് ഹാജറ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഖറഅ അൽ ഖുർആന വഫഖഹ മിൻ ഫിദ്ദീൻ വബഅഥഹു മുഅല്ലിമൻ ലിഅഹ്ലി യമാമ. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഖുർആനും മറ്റുമൊക്കെ പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷം യമാമ പ്രദേശത്തുള്ളവരെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടി ഈ ശിഷ്യനായ നഹാറു റജ്ജാൽ ഇബ്നു ഉഫ്വ എന്ന് പറയുന്ന മനുഷ്യനെ പറഞ്ഞേച്ചു. ആ മനുഷ്യൻ അവിടെ പോയിട്ട് എന്തുണ്ടായി എന്നറിയോ നിങ്ങൾ? അദ്ദേഹം അവിടെ പോയിട്ട് കൂറുമാറി.